ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. അത് ഡ്രസ്സിൻ്റെ ഹോളാണ്. അതും മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് മീഷോയിൽ നിന്ന് തുണി വാങ്ങിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മീഷോയെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന കുറേ കാലം മുന്നേ റിമി ടോമിയുടെ ഒരു വീഡിയോ കണ്ടിട്ടാണ്. അപ്പം ഞാൻ ഓർക്കും ചെയ്തു, ഇങ്ങനെ ഭയങ്കര വിലക്കുറവാണല്ലോ, എങ്ങനെ ഉണ്ടാവുമോ ക്വാളിറ്റിയൊക്കെ എന്ന് അങ്ങനെ വിചാരിച്ചു. പൊതുവേ ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കുന്ന കുറവാണ്. കാര്യം നമ്മൾ പോയി ഇട്ട് നോക്കി അളവൊക്കെ ഉറപ്പ് വരുത്തി തുണിയുടെ ക്വാളിറ്റിയൊക്കെ കണ്ട് മനസ്സിലാക്കി വാങ്ങിക്കുന്നതാണല്ലോ പ്രാക്ടിക്കലും കംഫർട്ടബിളും. അപ്പോൾ പൊതുവേ ഡയറക്റ്റായിട്ട് പോയി കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ്. പിന്നെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ചില ബ്രാൻഡ്സിൻ്റെ അതേപ്പറ്റി നമുക്കറിയാം, അതിൻ്റെ അളവും തുണിയുടെ ക്വാളിറ്റിയൊക്കെ നമുക്കൊരു ധാരണ അല്ലെ വിശ്വാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. അല്ലാതെ പൊതുവേ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ ഞാൻ പലരും ഇങ്ങനെ മീഷോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച്, എക്സ്പെഷ്യലി തുണി വാങ്ങിച്ച് ഹോൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഗിവ് ഇറ്റ് എ ട്രൈ. അങ്ങനെ കുറച്ച് ഡ്രസ്സസ് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇട്ടിട്ട് അതിൻ്റെ തുണിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ മെഷർമെൻറ്റിൻ്റെ ആ ഒരു എനിക്കെങ്ങനെ ഫീൽ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഫ്രഷ് ആയിട്ടാണ് ഇടുന്നത്, വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ അല്ല. സോ ജസ്റ്റ് വാങ്ങിച്ചിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കാണിക്കാം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ ആലിയ കട്ട് എന്ന് പറയും തോന്നുന്നതിന്. നല്ല കംഫർട്ടബിൾ ആണ്. കോട്ടൺ റേയോൺ എന്നാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സൈസാണ്. നല്ല നമുക്കിതിങ്ങനെ മിഡി ഡ്രസ്സായിട്ട് ഇടാം, അല്ലെങ്കിൽ ലെഗിങ്സിൻ്റെ കൂടിയോ പലാസോയുടെ കൂടിയോ ഒക്കെ സ്റ്റൈൽ ചെയ്തിടാം. വെരി കംഫർട്ടബിൾ ആണ്, നല്ല നല്ല കംഫർട്ടബിൾ ആണ്. ഇത് ഫ്ലവർ പ്രിൻ്റ് ആണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഡ്രസ്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 325. അടുത്തത് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ലീഫ് പ്രിൻ്റാണ്. ഇങ്ങനെ ഇരിക്കും. സിമ്പിൾ ഡ്രസ്സാണ്. ഇതിന് ഇവിടെ ഒരു ഇലാസ്റ്റിക് ആണുള്ളത്. പക്ഷേ ഇലാസ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് എന്താ പറയുക, കുറച്ചും കൂടെ അവർക്ക് ഇത് കൊടുക്കാമായിരുന്നു. എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. ഞാൻ ഡ്രസ്സെല്ലാം എടുത്തേക്കുന്നത് മീഡിയമാണ്. ലീഫ് പ്രിൻ്റ്. ഇത് ഇങ്ങനെ ഒരു ഫ്ലെയർ, ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് 318 ഉള്ളൂ പ്രൈസ്. 318 ആണ്. പക്ഷെ എനിക്ക് ഇതിലും ഇഷ്ടപ്പെട്ടത്, കുറച്ചും കൂടെ കംഫർട്ടബിളും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക് ആണ്. പക്ഷെ ദിസ് ഈസ് ഗുഡ്. 318-ന് ഇതിപ്പോൾ ഒരു 3 to 4 മീറ്റർ തുണി വേണം. അതിൻ്റെ സ്റ്റിച്ചിങ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് പ്രാവശ്യം വെളിയിലിട്ടിട്ട് വീട്ടിലിടാം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പം നമ്മൾ വീട്ടിലിടുന്ന പല ഡ്രസ്സിനും വാങ്ങിക്കുമ്പോൾ ഇതിലും പ്രൈസ് ആകും. ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. കോട്ടൺ ആണ്. എനിക്ക് സ്റ്റിച്ചിങ് ഫിനിഷിങ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ബ്ലാക്കിൻ്റെ ആണ്, ടു ബി ഫ്രാങ്ക്ലി. ബട്ട് ഇറ്റ്സ് ഗുഡ്. 318 അല്ലേ ഉള്ളൂ. ഇത് രണ്ടും ഇത് കോംബോ ഓഫർ ആയിരുന്നു. ഇത് 2 പാൻസ് ആണ്. അവരത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നത് ഹൈ റൈസ് ബൂട്ട് കട്ട് ബെൽ ബോട്ടം ട്രൗസേഴ്സ് എന്നാണ്. ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ലൈക്ര എന്നാണ് കൊടുത്തേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്ന ഈ മെറൂണും മിൻ ഗ്രീനും ആണ്. സൈസ് വന്നിട്ട് ലാർജ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ബട്ട് ക്യാൻ യു ബിലീവ്, ഇത് രണ്ടിനും കൂടെ 323 ഉള്ളൂ. അത് നമ്മൾ ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ചിങ് ചാർജ് തന്നെ എനിക്ക് തോന്നുന്നു അതിലും കൂടുതലാകും. എന്താ പറയുക, ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ഇത് മെറ്റീരിയൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്താ പറയുക, നല്ല സ്ട്രെച്ചബിൾ ആണ്. ഫിറ്റിംഗ് ആണെങ്കിലും ഇപ്പോൾ പ്രൈസ് ഇത്രയുള്ളതെന്ന് വെച്ചിട്ട് ഫിറ്റിങ്ങോ അതിൻ്റെ സ്റ്റിച്ചിങ്ങിനോ മെറ്റീരിയലിനോ ഒന്നും ഒരു കുറവ് പറയാനായിട്ട് എനിക്കില്ല. പിന്നെ അത് ചൂടുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഇച്ചിരി ചൂട് തോന്നുമായിരിക്കും. പക്ഷെ ഇവിടെ തണുപ്പായതുകൊണ്ട് എനിക്ക് അതും ഒരു കുഴപ്പമില്ല. വളരെ പെർഫെക്റ്റ് ആണ് ആക്ച്വലി എൻ്റെ ഫിറ്റിങ്ങും എല്ലാം. പിന്നെ എന്താ പറയുക, 2 പാൻസ് വന്നിട്ട് 323 എന്ന് പറഞ്ഞാലും ഐ കാൺട്ട് ബിലീവ്. പിന്നെ വന്നിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതൊരു ഷ്രഗാണ്. വിസ്കോസ് റയോൺ എന്നാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് മെറ്റീരിയൽ. കൈയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ വരും. 3/4 ലെങ്ത് ആണ് കൈക്ക്. ടു ബി ഫ്രാങ്ക്ലി, അതിനകത്ത് പടത്തിൽ കുറച്ചും കൂടെ എനിക്ക് സ്റ്റൈലിഷ് ആയിട്ട് തോന്നിയായിരുന്നു.
ഇതിപ്പോൾ ഒരു ഇടുമ്പോഴത്തേനും ഒരു കുർത്തായുടെ ഒക്കെ ഒരു കട്ടിങ് ആണ്. ബട്ട് മെറ്റീരിയൽ ഈസ് റിയലി ഗുഡ്. ഇത് എക്സ്പെഷ്യലി ചൂടുള്ള സ്ഥലത്ത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ദാ പ്രിൻ്റ് ഇങ്ങനെ വരും, നല്ലതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 326. പിന്നെ പോക്കറ്റൊക്കെ ഉണ്ട്. രണ്ട് സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട്. ഇറ്റ്സ് നൈസ്. പിന്നെ ഇതെല്ലാം കോട്ടൺ ആണ്. എനിക്കിവിടെ ഇത് വളരെ ഉപകാരപ്പെടില്ല. കാര്യം ഇതുപോലെ ലെയേഴ്സ്, സ്വെറ്റേഴ്സ്, ജാക്കറ്റ്സ് ഒക്കെ ഇടണം. പിന്നെ പുറത്ത് പോവുകയാണെങ്കിൽ പാൻസും ജീൻസും ബൂട്ട്സും ജാക്കറ്റ്സും ഒക്കെ ഇട്ടാണ് കൂടുതലും പോകുന്നത്. പിന്നെ ബാംഗ്ലൂരോ കോയമ്പത്തൂരോ അല്ല നാട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സസൊക്കെ കൂടുതൽ ഇടാൻ പറ്റുക. പക്ഷെ എന്നാലും വീഡിയോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇടും. അപ്പം തണുപ്പാണെങ്കിലും കുറച്ച് നേരത്തേക്കല്ലേ അങ്ങനെ മാനേജ് ചെയ്യും. പക്ഷെ നാട്ടിലത്തേക്കൊക്കെ ഇത് റിയലി നൈസ്. പിന്നെ ഇത് മീഷോയിൽ നിന്ന് മേടിക്കാൻ ആദ്യം ഞാൻ കുറച്ച് ഹെസിറ്റൻ്റ് ആയിരുന്നു. പക്ഷേ നോ, ഐ ഡോണ്ട് റിഗ്രറ്റ്. ഇത് എന്താ പ്രൈസ് 326ഉം 318ഉം ഇതൊക്കെയല്ല. ഇറ്റ്സ് റിയലി നൈസ്. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ആൻഡ് ബൈ ഇറ്റ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഈ മീഷോ ഹോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ബൈ.